നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വിദ്യാർത്ഥികൾ അടങ്ങുന്ന വലിയൊരു സമൂഹം ഇപ്പോൾ സോഷ്യൽ മീഡിയ അഡിക്റ്റ് ആണ്. നമുക്കറിയാം, ഇൻസ്റ്റഗ്രാം എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിലാണ് പല യൂത്തും ഇപ്പോഴുള്ളത്. പക്ഷേ കുട്ടികളടക്കം ഈ ഒരു ഇൻസ്റ്റഗ്രാം എന്ന് പറയുന്ന വലയിൽ കുടുങ്ങിപ്പോകുന്നു എന്നുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വരികയാണ്. കഴിഞ്ഞ ദിവസം തന്നെ അത്തരത്തിൽ പല വിധത്തിലുള്ള വാർത്തകളാണ് പുറത്തു വന്നത്. അങ്ങ് ദൂരേക്കൊന്നും പോകണ്ട, നമ്മുടെ കേരളത്തിൽ തന്നെ തിരുവനന്തപുരം ജില്ലയിൽ അത്തരത്തിൽ ഇൻസ്റ്റഗ്രാം വഴി കുടുങ്ങിയ 2 പെൺകുട്ടികളുടെ വാർത്തകൾ പുറത്തു വന്നു. ആദ്യം ഒരു സ്നേഹം നടിച്ച് മെസ്സേജ് വരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് സംസാരം തുടങ്ങുന്നു. ചാറ്റ് അങ്ങ് അതിര് കടന്നപ്പോൾ ആ പ്രണയിതാവിനോട് തൻ്റെ വീട്ടിലേക്ക് എത്താൻ പറയുന്നു. അങ്ങനെ വീട്ടിലെത്തി ആ പെൺകുട്ടിയെ പീഡിപ്പിച്ച യുവാവ് പിന്നീട് അവളുടെ അതേ ഫോൺ ഉപയോഗിച്ച് സുഹൃത്തിനെ അവളെന്ന് തെറ്റിദ്ധരിപ്പിച്ച് മെസ്സേജ് അയച്ച് വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ആ കുട്ടിയെയും പീഡിപ്പിക്കുന്നു. വളരെ ഞെട്ടിപ്പിക്കുന്ന തരത്തിലാണ് ഇത്തരത്തിൽ വാർത്തകൾ പുറത്തു വരുന്നത്. എന്തായാലും ഇൻസ്റ്റഗ്രാം എന്ന് പറയുന്ന വലിയൊരു ചതിക്കുഴി, പ്രണയ പ്ലാറ്റ്ഫോമായിട്ട് മാറുന്ന വലിയൊരു ചതിക്കുഴിയെ കുറിച്ചുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള വാർത്തകളൊക്കെ തന്നെ നൽകുന്നത്. കഴിഞ്ഞ ദിവസമാണ് പോത്തൻകോട് വെച്ച് ഞാൻ ഈ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഒരു സംഭവം നടക്കുന്നത്. ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ട വിദ്യാർത്ഥിനിയെ വീട്ടിലെത്തിച്ച് പീഡിപ്പിച്ച 19-കാരൻ അറസ്റ്റിലായതോടെയാണ് ഇങ്ങനെയൊരു സംഭവം ഉണ്ടായെന്ന് നാട്ടുകാർ പോലും അറിഞ്ഞത്. പോത്തൻകോട് പേരുത്തല സ്വദേശി അഖിലാണ് പോക്സോ കേസിൽ പ്രകാരം അറസ്റ്റിലായിട്ടുള്ളത്. പെൺകുട്ടിയുടെ സ്വഭാവത്തിൽ വ്യത്യാസം കണ്ടതോടെ രക്ഷിതാക്കൾ കൗൺസിലിംഗ് നടത്തിയ സമയത്താണ് ഇങ്ങനെയൊരു പീഡന വിവരം നടന്നു എന്നുള്ളത് പോലും മനസ്സിലാക്കുന്നത്. 10ാം ക്ലാസ് പരീക്ഷ കഴിഞ്ഞിരിക്കുകയായിരുന്ന 15-കാരിയെ പ്രതി തന്റെ വീട്ടിലെത്തിച്ച് പീഡിപ്പിക്കുകയും വിദ്യാർത്ഥിനിയുടെ നഗ്നദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്തുകയുമായിരുന്നു എന്നാണ് വിവരം. തുടർന്ന് പ്രതി പീഡന ശേഷം പെൺകുട്ടിയുടെ വീടിനടുത്ത് ഇറക്കിവിടുകയാണ് ഉണ്ടായത്. അതേസമയം തുടക്കത്തിൽ പ്രതിയെ തിരിച്ചറിയാൻ പോലീസിന് കഴിഞ്ഞിരുന്നില്ല. പിന്നീട് സംശയാസ്പദമായ സാഹചര്യത്തിൽ കണ്ട യുവാവിനെ ചോദ്യം ചെയ്തതോടെയാണ് ഇയാൾ പീഡന കേസിലെ പ്രതിയാണെന്ന് പോലീസ് തിരിച്ചറിഞ്ഞത്. ഇയാളുടെ ഫോണിൽ നിന്ന് നഗ്ന ചിത്രങ്ങളും പോലീസ് കണ്ടെടുത്തതായാണ് വിവരം. പോത്തൻകോട് പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. സമാന രീതിയിൽ മറ്റൊരു സംഭവം ഉണ്ടായിട്ടുള്ളത് ഇൻസ്റ്റഗ്രാം വഴി കണ്ണൂർ സ്വദേശിയായിട്ടുള്ള ഒരാൾ തിരുവനന്തപുരത്തെ പോത്തൻകോട്ടുള്ള ഒരു പെൺകുട്ടിയുമായിട്ട് സംസാരിക്കുന്നു. അതിന്റെ ഭാഗമായിട്ട് സ്നേഹത്തിലാകുന്നു. സ്നേഹം നടിച്ച് വീട്ടിലെത്തിയതിനു ശേഷം സമാന രീതിയിൽ തുടക്കത്തിൽ പറഞ്ഞതുപോലെ പീഡനമുണ്ടാകുന്നു. സുഹൃത്ത് പെൺകുട്ടിയെയും ആ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി അവളെയും അതിക്രമിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. എന്തായാലും എല്ലാ കേസിലും പ്രതികൾ അറസ്റ്റിലായിട്ടുണ്ടെങ്കിലും ഇൻസ്റ്റഗ്രാം എന്ന് പറയുന്ന ചതിക്കുഴിയും മാതാപിതാക്കൾ കുറച്ചുകൂടെ ജാഗ്രത പുലർത്തേണ്ടുന്ന ഒരു കാര്യം എന്നുള്ള സൂചനകളാണ് നൽകുന്നത്. അത് മാത്രമല്ല, കഴിഞ്ഞ ദിവസം ഒരു അതിക്രൂരമായിട്ടുള്ള അതിക്രമ വാർത്ത കൂടെ പുറത്തു വരുന്നുണ്ട്. അതായത് ഇൻസ്റ്റഗ്രാം സുഹൃത്തിൽ നിന്ന് ഗർഭിണിയായ 18-കാരിയായ മകളെ കുടുംബത്തിന്റെ മാനം രക്ഷിക്കാൻ വേണ്ടി അച്ഛനും ബന്ധുക്കളും ചേർന്ന് മുക്കിക്കൊന്നൊരു സംഭവം കൂടെ ഉണ്ടായിട്ടുണ്ട്. തെക്കൻ ഡൽഹിയിലെ തിഗ്രി ബൗസൌനി ഗ്രാമവാസികളായിട്ടുള്ള ലോക്പാൽ സിംഗ് എന്ന് പറയുന്ന 52-കാരനാണ് തൻ്റെ ഉറ്റ മകളെ ഇത്തരത്തിൽ കൊന്നത്. ഇയാളുടെ ബന്ധു എന്നിവരെ ഇപ്പോൾ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ആഗ്രയിലെ ചമ്പൽ നദിയിൽ വെച്ച് ജൂലൈ 31-നാണ് മനസാക്ഷിയെ ഞെട്ടിക്കുന്ന ഈ അരിക്കൊല നടന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. 8ാം വയസ്സിൽ അമ്മയെ നഷ്ടപ്പെട്ട ഖുഷിക്ക് സുഹൃത്തുക്കൾ മാത്രമായിരുന്നു പ്രധാനപ്പെട്ട ആഭയം. അങ്ങനെ ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ട ഒരു സുഹൃത്തുമായിട്ട് അടുക്കുന്നു. കൗമാര പ്രായമായതുകൊണ്ട് തന്നെ 8 മാസം നീണ്ട സൗഹൃദം പ്രണയത്തിലേക്ക് എത്തുന്നു. പിന്നീട് അവർ തമ്മിൽ ഒന്നിക്കുകയും ഖുഷി ഗർഭിണിയാകുകയും ചെയ്തു എന്നാണ് വിവരങ്ങൾ. 4 മാസമായപ്പോഴാണ് താൻ ഗർഭിണിയാണെന്നുള്ള വിവരം പോലും ഖുഷി തിരിച്ചറിഞ്ഞതെന്നും കാമുകനെ അറിയിച്ചതെന്നും പുറത്തു വരുന്നുണ്ട്. ഇതേ തുടർന്നാണ് ഇരുവീട്ടുകാരും സംസാരിച്ചുവെങ്കിലും അവിവാഹിതയായ മകൾ ഗർഭിണിയായാൽ സമൂഹത്തിന് നേരിടേണ്ടി വരുന്ന നാണക്കേടും അപമാനവും ഭയന്ന് ഗർഭചിത്രം നടത്താൻ ഖുഷിയുടെ വീട്ടുകാർ തീരുമാനിക്കുന്നത്. ഇതിനായി ഖുഷിയെ ഇവർ സമ്മതിപ്പിക്കുകയും ചെയ്തതാണ്. പക്ഷേ ഗർഭചിത്രത്തിനായുള്ള ചികിത്സയ്ക്ക് എന്ന വ്യാജേന ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞ് ലോക്പാലും ബന്ധുവും ചേർന്ന് ഖുഷിയെ ആഗ്രയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ആഗ്രയിലെ ബന്ധുവീട്ടിൽ താമസിപ്പിച്ച ശേഷം തൊട്ടടുത്ത ദിവസം രാവിലെ ഖുഷിയെ ഇരുവരും ചേർന്ന് ചമ്പൽ നദിയിലെ ആളൊഴിഞ്ഞ ഭാഗത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി കൊല ചെയ്യുകയായിരുന്നു. ആളൊഴിഞ്ഞ ഭാഗത്തെത്തിയ ഖുഷിയെ അവിടെ വെച്ച് നദിയിലേക്ക് ചാടി ജീവനൊടുക്കാൻ മകളോട് ആവശ്യപ്പെട്ടു. അത് പിതാവ് തന്നെ. പക്ഷേ മകൾ അത് സമ്മതിച്ചില്ല. എവിടെയെങ്കിലും പോയി ജീവിച്ചോളാമെന്നും കൊല്ലരുതെന്നും ഖുഷി കരഞ്ഞു പറഞ്ഞു. സ്വന്തം മകളെ അച്ഛൻ ആത്മഹത്യാ പ്രേരണ നടത്തിയെങ്കിലും മകൾ അതിന് സമ്മതിക്കാതെ വന്നതോടെ അവളെ ഖുഷിയെ വിടാൻ അവർ തീരുമാനിച്ചിരുന്നില്ല. തുടർന്ന് മകളുടെ കാലിൽ പിടിച്ച് മാപ്പ് അപേക്ഷിക്കുന്നത് പോലെ നിന്ന് ലോക്പാൽ തൊട്ടടുത്ത്
അടുത്ത നിമിഷം ഖുഷിയെ നദിയിലേക്ക് തള്ളിയിടുകയും ശ്വാസം നിലയ്ക്കുന്നതുവരെ വെള്ളത്തിൽ മുക്കിപ്പിടിച്ച് കൊലപ്പെടുത്തുകയും ചെയ്തു എന്നുള്ളതാണ് വിവരങ്ങൾ. കൊലപാതകത്തിന് ശേഷം മകൾ വിഷാദം മൂലം ജീവനൊടുക്കിയതാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളും പുറത്തുവരുന്നു. ഇതിനായി വെള്ളത്തിൽ നിന്ന് മൃതദേഹം പുറത്തെടുത്ത ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്തി വെക്കുകയും മകൾ ആഗ്രയിൽ വെച്ച് മരണപ്പെട്ടെന്നും അവിടെ വെച്ച് തന്നെ സംസ്കാര ചടങ്ങുകൾ നടത്തിയെന്നും നാട്ടുകാരെ വിശ്വസിപ്പിക്കാൻ ഇക്കൂട്ടർ ശ്രമിക്കുകയും ചെയ്തെന്നാണ് വിവരം. എന്നാൽ സംഭവത്തിൽ സംശയം തോന്നിയ അയൽവാസിയാണ് പോലീസിൽ വിവരം അറിയിച്ചത്. ഇതോടെ ക്രൂരമായ കൊലപാതകത്തിന്റെ ചുരുളഴിഞ്ഞു. തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ചോദ്യം ചെയ്യലിൽ പ്രതികൾ കുറ്റം സമ്മതിക്കുകയും ചെയ്തു. മകളുടെ മൃതദേഹത്തിന്റെ കാലിൽ പിടിച്ച് മാപ്പപേക്ഷിക്കുന്ന പ്രതിയുടെ ദൃശ്യങ്ങൾ പോലീസ് ഫോണിൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട്. കുടുംബത്തിന്റെ മാനം രക്ഷിക്കാനാണ് ഈ കടുംകൈ ചെയ്തതെന്ന് അച്ഛൻ പോലീസിനോട് സമ്മതിച്ചു. സംഭവത്തിൽ 2 പ്രതികളെയും അറസ്റ്റ് ചെയ്ത പോലീസ് പെൺകുട്ടിയുടെ മൃതദേഹത്തിനായുള്ള തിരച്ചിൽ തുടരുകയാണ്.